വഴക്ക് കൂടാതെ. അമ്മുമ്മ കനാൻറ്റി, നിങ്ങൾ ഇച്ചിരി ക്ഷമിക്കാൻ പഠിക്കേ. ചേട്ടാ, അറിവില്ലാത്ത സമയത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലൊന്നിനുമില്ല. അമ്മുമ്മ, എനിക്ക് കുറച്ച് ദേവീ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരണേ. അതിനെന്താ പറഞ്ഞു തരാമല്ലോ കുഞ്ഞിന്. എന്തൊക്കെ കാണണോ എന്ത്? ഇനി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോകണം. പറ്റാത്ത ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഇരുന്ന് ദേവീ മന്ത്രം ചൊല്ലണം. എൻ്റെ ദേവി. പാറു, என்ன பாரு திடீர்னு உனக்கு இப்படி எல்லாம் தோணிச்சு? എല്ലാം മാറണ ആൻറ്റി. എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ സംസാരം ശരിയല്ല, എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ. എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവരുള്ളവരെയൊക്കെ കണ്ടിട്ടല്ലേ ഞാൻ പഠിക്കുന്നേ. ഇതൊക്കെ എവിടുന്ന് പ്രോസസ്സായി വരണ? നിന്നങ്ങ് അടിക്കല്ലേ ഇടയിലു. അമ്മമ്മ, ഞാൻ ഇത്ര വഷളായി പോകാൻ കാരണം എന്താണെന്നറിയോ? ഈ കേശേട്ടൻ. ഞാനാ? ആ ചേട്ടന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെയാണ് എന്നെ സ്വാധീനിച്ചത്. സ്വാധീനിച്ചതാണോ ഉദ്ദേശിച്ചത്? ആ അതന്നെ. കണ്ടാ അമ്മമ്മ, ചേട്ടൻ പറഞ്ഞേട്ടാ, തള്ളേ പിള്ളേ എന്നുള്ള വാക്കുകളാണ് ചേട്ടൻ ഉപയോഗിക്കുന്നത്. വൃത്തിയായിട്ട വാക്കുകൾ. ഇത് നിർത്തണം, നിർത്തിയേ പറ്റൂ. കേശു, ഇനി ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഈ വീട്ടിൽ ഉപയോഗിക്കരുത്. അയ്യോ, തള്ളയും പിള്ളൊന്നും മറ്റേ ചീത്ത വാക്കൊന്നുമല്ലത്. എന്നാലും ഇനി നീ പറയണ്ട. ശരി, പറയൂല. തള്ളയ്ക്ക് വരെ ഞാൻ മാതാവെന്ന് വിളിക്കുന്നു. ദൈവമേ, ചെയ്തു പോയതും പറഞ്ഞു പോയതും ഞാൻ ഇനി ആവർത്തിക്കത്തില്ലേ. എൻ്റെ പഴനിമല ശാസ്താവേ. വളലിമല ഇരിക്കണത് മുരുകൻ, ശാസ്താവിരിക്കണത് ശബരിമലയിൽ. എല്ലാം ഒന്ന് തന്നെ കേട്ടാ. തത്തുമസി. എന്താ പോയെ? അറിഞ്ഞൂടാ. എന്തുവാ കനക ഇത്? പുരിയലേ അമ്മ. എന്തോ ഇവിടെ ഇത്? പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ. നിനക്ക് പഠിക്കാനുള്ള ബുക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണൊക്കെ മേടിച്ച സമയത്ത് നോക്കിയതായിരിക്കും അല്ലേ? ചേട്ടാ, ചേട്ടനൊന്ന് പോവോ? എൻ്റെ അടുത്ത് ഇറങ്ങി പോവാനാ? നൈ, ഇതെന്തിനാണ് ഇവിടെ മൊത്തം ചപ്പും ചോറും കൂട്ടിയിട്ടേക്കണേ? ഇത് ഞാൻ തന്നെ എടുത്തിട്ടതാ. എല്ലാം അടുക്കി പെറുക്കി വെക്കണം. റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്തോ എനിക്കങ്ങോട്ട് ദഹിക്കണില്ലത്. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ആർക്കും ദഹിക്കത്തില്ല. തന്നെടി, ദഹിക്കത്തില്ല. ഇത് എത്ര ദിവസം കാണും ചേച്ചി? ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും കാണും. എല്ലാ ദിവസവും കാണും. നോക്കിയിരുന്നോ? ഇതൊന്നും ഉപയോഗിക്കാറില്ലടാ. ചേട്ടാ, ചേട്ടാ എന്തോ കാണിച്ചേ? ആ ബുക്കെടുക്ക്. എടുക്കാൻ പോയതല്ലേ? തൊട്ടുവഴി. ഓ പോരെ. എന്നിട്ട് ഇവിടെ ഒരു ബുക്കാണ്. ഒരു മര്യാദയൊക്കെ വേണം. എൻ്റെ ദേവിയെ, കേശവനോട് ക്ഷമിക്കണേ. ചേട്ടാ, എനിക്കൊരു ടൈം ടേബിൾ വരച്ചു തരണേ. ടൈം ടേബിളാ? ആ. ഓ, വരച്ചേരാം. ഇവിടെ ഒട്ടിച്ചു വെക്കാനാണ്? ആ, ഒട്ടിച്ചു വെക്കാൻ. പിന്നെ ചേട്ടാ, എനിക്കൊരു ഡയറിയും കൂടെ വേണേ. ഡയറിയാ? നീ ഡയറി എഴുതാൻ പോണോ? ആ, ഡയറി എഴുതാൻ പോന്ന്. എന്തിനാ എഴുതാൻ പോണ്? ചേട്ടൻ പണ്ടൊക്കെ എഴുതിയില്ലേ, അതുപോലെ ഞാനും എഴുതാൻ പോന്നു. ഞാൻ പണ്ട് എഴുതിയ കാര്യം ഇവിടെ നിൽക്കട്ട്, നീ എന്താണ് എഴുതാൻ പോകുന്നതെന്ന് പറ. കേശോട്ടാ, ഞാൻ ഇന്ന് ആരോടും മോശവാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അതോ ആ മോശവാക്ക് പറഞ്ഞ അത് ഞാൻ ഡയറിക്കകത്ത് എഴുതി വെക്കും. ഓഹോ, നല്ല കാര്യം. എന്നിട്ട് പിന്നെ സ്കൂളിൽ ആരെടുത്ത് ഞാൻ വഴക്കിടാറില്ല. അതോ വഴക്കിട്ട് കഴിഞ്ഞാൽ അത് ഞാൻ ഡയറിക്കകത്ത് എഴുതി വെക്കും. അങ്ങനെ വരട്ടെ. അപ്പൊ ചുരുക്കം പറഞ്ഞാ നീ കാണിക്കണ കന്നന്തിരി മൊത്തം എഴുതി വെക്ക ഒരു ബുക്ക് അല്ലേ? അതല്ല ഏട്ടാ, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് തിരുത്തണം. അത് മാത്രമല്ല,
പിന്നെ ഉറങ്ങുന്ന ടൈം, പിന്നെ കളിക്കുന്ന ടൈം, പിന്നെ പഠിക്കുന്ന ടൈം എല്ലാം എനിക്ക് കൃത്യത പോലെ ചെയ്യണം. പിന്നെ ഞായറാഴ്ച മാത്രമേ ഞാൻ ആരുടെയെങ്കിലും ഫോൺ മേടിക്കത്തുള്ളൂ. പാറുവേ, ഇത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ വേണോ? അതൊക്കെ താങ്ങോ ഈ ബോഡി? ചേട്ടാ, ചേട്ടൻ എന്നെ നന്നാവാൻ ശ്രമിക്കൂലേ? പറയാൻ. അല്ല ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞല്ലോ. Kannan Devi Group presents West Zone Flowers Aka Ponnunakazha 2025.